കഴിഞ്ഞ ദിവസം 5:30-യോടെയാണ് മണക്കാട് ശ്രീ മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലേക്ക് പോലീസ് എത്തിയത്. പിന്നാലെ അമ്പലത്തിലെ പൂജാരി അരുണിനെ അറസ്റ്റ് ചെയ്തു. എന്നെ അമ്പലത്തിൽ നിന്ന് മാനഭംഗപ്പെടുത്തി. രണ്ടാമത്തെ കാര്യം, എൻ്റെ ദേവിയെ മാനഭംഗപ്പെടുത്തി, അമ്പലത്തിനെ മാനം കെടുത്തി. എന്നെ അത് കൊണ്ടുപോകാനുള്ള രീതിയിലല്ല കൊണ്ടുപോയത്. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോഴേ വിലങ്ങ് വെച്ചാണ് കൊണ്ടുപോയത് വണ്ടിക്ക്. പൂന്തുറ ഉച്ചമാടൻ ദേവീക്ഷേത്രത്തിലെ മോഷണക്കേസിലാണ് അറസ്റ്റെന്ന് പോലീസ് അറിയിച്ചു. ചോദ്യം ചെയ്യലിനായി പിറ്റേ ദിവസം ഹാജരാകാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പോലീസ് അസാധാരണ നടപടിയുമായി രംഗത്തെത്തിയെന്നാണ് ആരോപണം. പൂന്തുറ ക്ഷേത്രത്തിലെ സെക്രട്ടറി വ്യക്തിവൈരാഗ്യം തീർക്കാൻ പോലീസിനെ ഉപയോഗിച്ചെന്നും അരുൺ. ഇറങ്ങാൻ കാരണം ദേവിക്ക് നിവേദ്യത്തിൻ്റെ കാര്യത്തിലൊന്നും അവർ ചെയ്തു തരാത്തതിൻ്റെ, സെക്രട്ടറി ചെയ്തു തരാത്തതിൻ്റെ പേരിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. 5-ാം തീയതി രാവിലെ മുതൽ ഞാൻ ഇവിടെ ചാർജ് എടുക്കുകയാണ്. അന്ന് മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിപ്പോൾ ഈ 1.5 മാസത്തിനകത്തായതേ ഉള്ളൂ ഈ ഒരു സംഭവം ഉണ്ടായിട്ട്. അപ്പോൾ ഈ സെക്രട്ടറി എന്നുള്ള ആളിനോട് വ്യക്തിപരമായിട്ടുള്ള, അന്ന് ഞാൻ സെക്രട്ടറി ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുണ്ട്, പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ നിവേദ്യത്തിൻ്റെ കാര്യത്തിൽ വരും. അപ്പോൾ ആ ഒരു ഇതിൽ സെക്രട്ടറി എന്നെ ബലിയടാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പോലീസിന്റെ നടപടിയെ നിയമപരമായി നേരിടുമെന്ന് മണക്കാട് ശ്രീ മുത്തുമാരിയമ്മൻ ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. പൂജ നട തുറന്നു കിടക്കുകയും 2 പൂജ 6:45 പൂജയും 7:45 പൂജയും മുടങ്ങേണ്ടി വന്നു. നിവേദ്യം പോലും ഇന്നലെ ദേവിക്ക് കൊടുക്കാൻ സാധിക്കും. ആ ഒരു പ്രതിഷേധം നമുക്കുണ്ട്. അതിനെതിരെ ഞങ്ങൾ ഇന്നലെ അടിയന്തരമായിട്ട് കമ്മിറ്റി കൂടി ACPക്ക്, കോപ്പി ACPക്ക് പരാതി കൊടുക്കുകയും അരുൺകുമാറിൻ്റെ നിന്ന് ഞങ്ങൾ പരാതി വാങ്ങി അയാളെ കൊണ്ടും കൊടുപ്പിച്ചു. പൂന്തുറ സ്റ്റേഷനിലുള്ള സിയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണ് വന്നത്. അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷം അരുണിനെ തിരികെ വിട്ട ശേഷം പൂന്തുറ പോലീസ് ക്ഷമ ചോദിച്ചെന്നും പരാതിക്കാർ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.